ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ഒരു അർദ്ധനഗ്നയായ സ്ത്രീയുടെ ശരീരം കണ്ടപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സദാചാര ബോധം ഉണർന്നു. ആ ചിത്രങ്ങൾ പുറത്തു വന്ന് അതിൽ ഏഴുമല പൂഞ്ചോല പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തു ആ നടിയെ അവരൊരു ക്യാബറ നർത്തകയാക്കി മാറ്റി. ഡിവൈഎഫ്ഐക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാബറെ നൃത്തം പോലും നടത്തേണ്ടി വരുന്ന അവസ്ഥയെന്ന് ഇവിടുത്തെ കോൺഗ്രസ് BJP അനുയായികൾ പറഞ്ഞു പരത്തി. ഒരു അർദ്ധനഗ്നയായ സ്ത്രീയെ സ്റ്റേജിൽ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് ക്യാബറെ മാത്രം. ഇതാണ് ഇന്നലെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ആ ചെറിയ നാടകത്തിന്റെ ചെറിയൊരു ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് ഇവിടെ പ്രചരിപ്പിച്ചത്. സ്ത്രീവിരുദ്ധ മാത്രമല്ല, വ്യക്തമായ രാഷ്ട്രീയ ബോധം പോലും ഇല്ലാത്ത, ചരിത്രബോധം പോലും ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ നമ്മളിവിടെ കണ്ടത്. ഇന്നലെ അവിടെ അരങ്ങേറിയത് മിസ എന്നൊരു നാടകം. ആരാണ് അതിലെ മുഖ്യ കഥാപാത്രം? അതിന് നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം. അതിന് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തേക്ക് പോകണം. മിസ എന്ന നിയമം കാരണം ജീവൻ നഷ്ടപ്പെട്ട ആ പോരാളിയെ നമ്മൾ തിരിച്ചറിയണം. ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സ്നേഹലത റെഡ്ഡി. 1932 ആന്ധ്രയിൽ ജനനം. നടി, സാമൂഹിക പ്രവർത്തക, ചലച്ചിത്ര പ്രവർത്തക, നാടക പ്രവർത്തക എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു സ്ത്രീ. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയും പോരാടിയ ഒരു യുവതി. ഭർത്താവ് പട്ടാഭിരാമ റെഡ്ഡി. അദ്ദേഹം സംവിധാനം ചെയ്ത സംസ്കാര എന്ന ചിത്രത്തിലെ ചന്ദ്രി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു സ്ത്രീ. യാഥാസ്ഥിക ഇന്ത്യൻ ജാതി സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു ചിത്രമായിരുന്നു സംസ്കാരം. ആ സ്ത്രീയെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ ഇന്ദിരാ സർക്കാർ മിസ ചുമത്തി ജയിലിലടച്ചു. എന്താണ് മിസ? മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്. അതായത് വിചാരണ കൂടാതെ ആരെയും സർക്കാരിന് അനിശ്ചിത കാലത്തിലേക്ക് തടവിൽ വയ്ക്കാം എന്ന നിയമം. 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ട ഒരു നിയമം. 1978 റദ്ദാക്കപ്പെട്ടൊരു നിയമം. ഈ നിയമം ചുമത്തിയാണ് 8 മാസം സ്നേഹലത റെഡ്ഡിയെ നമ്മുടെ ഇന്ദിരാ സർക്കാർ ജയിലിൽ പിടിച്ചിട്ടത്. വെറുതെ ജയിലിൽ പിടിച്ചെടുക്കുക മാത്രമായിരുന്നില്ല, അതിക്രൂര പീഡനങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കുമാണ് ആ സ്ത്രീ വിധേയായത്. ജയിലിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരുടെ മുന്നിലൂടെ നഗ്നയായി പരേഡ് നടത്തിച്ചു എന്നുവരെ അവർ അവരുടെ ഡയറിക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. 8 മാസത്തെ ജയിൽവാസം. ചികിത്സയൊന്നും ലഭിച്ചിട്ടില്ല. 2 തവണ കോമയിലായി. അവസാനം ആരോഗ്യം മോശമായതിനെ തുടർന്ന് പരോളിൽ പുറത്തേക്ക് വിട്ടു. പുറത്തുവിട്ട് 5-ാം നാൾ 1977 ജനുവരി 20 ആ വിപ്ലവ പോരാളി ജയിലിലേറ്റ പീഡനങ്ങൾക്കൊടുവിൽ മരണപ്പെട്ടു. ഇല്ല, നമ്മുടെ ഭരണകൂടം ആ വിപ്ലവ പോരാളിയായ സ്ത്രീയെ കൊന്നു എന്ന് തന്നെ പറയണം. ആ സ്ത്രീക്ക് ഐക്യദാർഢ്യമായിട്ടാണ് കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ വേദിയിൽ മിസ എന്ന നാടകം അരങ്ങേറിയത്. സ്നേഹലത റെഡ്ഡി എന്ന സ്ത്രീയുടെ ജീവിതമാണ് ആ അരങ്ങിൽ നമ്മൾ കണ്ടത്. അതിനെ ക്യാബറെ നൃത്തം, ആളുകളെ കൂട്ടാനുള്ള തന്ത്രം എന്നൊക്കെ പറയുന്നതിലൂടെ സ്നേഹലത റെഡ്ഡി എന്ന ആ സ്ത്രീയെ, ആ വിപ്ലവകാരിയാണ് ഇവിടെയുള്ള കോൺഗ്രസ് BJP അനുഭാവികൾ അപമാനിക്കുന്നത്. ചിലപ്പോൾ ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്ക് ദഹിക്കണമെന്നില്ല. കാരണം അവർ ഉരുക്കു വനിതയെന്ന് പറയണം. ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി കാരണം കൊല്ലപ്പെട്ട ഒരു വിപ്ലവകാരിയായിരുന്നു സ്നേഹലത റെഡ്ഡി. കോൺഗ്രസ്സുകാർ ആ സ്ത്രീയെ അപമാനിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല.